ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഞാനും മാളും കൂടെ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാളൂട്ടിയുടെ എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. 2 ആഴ്ചയായിട്ട് എക്സാമിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞു. മാള് 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ആവാൻ പോവാണ്. ഇവിടെ 15 ദിവസത്തെ ലീവ്, 15-16 ദിവസത്തെ ലീവായിട്ടേ ഉണ്ടാവാറുള്ളൂ. എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു 15-16 ദിവസത്തെ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പുതിയ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ജൂൺ ജൂലൈയിലാണ് 2 മാസത്തെ ലീവ് കിട്ടുന്നത്. അപ്പോൾ ഈ 15 ദിവസം ആളിന് സ്കൂളിൽ ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകും. രാവിലെ പോയ ഉച്ചയാകുമ്പോൾ വരുള്ളൂ. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഡാൻസിനാണ് ചേർന്നിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ആൾക്ക് ഇത്രയും ദിവസം തിരക്കല്ലായിരുന്നു. അതിനിടെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോറടി കേട്ടോ. അപ്പോൾ ഇന്ന് മാള് തന്നെ കൂട്ടത്തിൽ കൂടി മാളുവിന് പത്തിരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മാളുവിൻ്റെ വക ഒരു സ്നാക്സാണ് കേട്ടോ ഇന്ന്. അപ്പം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാം, അങ്ങനത്തെ ഒരു ഇത്. അല്ല, തന്നെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. തന്നെയൊന്നും ഉണ്ടാക്കാതെ ശരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ഈ പ്രായത്തിലൊക്കെ എന്തൊക്കെ ചെയ്തൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ പക്ഷേ പഠിത്തവും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് ഞാനും അങ്ങനെ കൂടുതൽ നോക്കാറില്ല കേട്ടോ. പിന്നെ പറ്റുന്ന സമയമൊക്കെ മാളും അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യും. കിട്ടുന്ന സമയമൊക്കെ ഓരോന്നൊക്കെ ചെയ്തു തരും. അങ്ങനെ അല്ലാതെ അതിനായിട്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അതിന് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷന് മാള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ പത്തിരി ഉണ്ടാക്കുക കേട്ടോ. ഇന്നത്തെ സ്നാക്സാണ്. അപ്പോൾ പത്തിരിക്ക് വെള്ളം മാള് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചു. പിന്നെ അതിനുള്ള തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ജീരകങ്ങളൊക്കെ ഇട്ട് ഒതുക്കിയെടുത്തു. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മേടിച്ചേക്കണ ഒരു പുതിയ അരിപ്പൊടി പാക്കറ്റായിട്ടോ. അപ്പോൾ പഴയതിരുന്ന് തീർന്നായിരുന്നു. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മിക്കപ്പോഴും നമ്മൾ പൊടികളൊക്കെ യൂസ് ചെയ്യുന്നത്. എല്ലാം തന്നെ അങ്ങനെയാണ്. അപ്പോൾ തീർന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് മേടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിക്ക് കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഇത് പാക്കറ്റ് പൊടിക്ക് അങ്ങനത്തെ ഇതില്ല. ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ഞങ്ങൾ ലീവിൽ പോകുമ്പോൾ പൊടിപ്പിച്ചുകൊണ്ട് വരാറുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ മില്ലിൽ നിന്ന് മേടിക്കും. അങ്ങനെയൊക്കെയാണ് പൊടികളും മുളക് പൊടി, മസാല അതെല്ലാം മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പം അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് നമ്മൾ പാക്കറ്റ് സാധനങ്ങൾ മേടിക്കുമ്പോൾ. അങ്ങനെ പിന്നെ തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് മേടിച്ചു. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും അതിനൊരു പശപ്പ് കൂടുതലുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടിപ്പിച്ചുകൊണ്ട് വരുന്ന ആ പൊടിയിലാണെങ്കിൽ നല്ല സ്മൂത്തായിരിക്കും കേട്ടോ. ഇതത്ര ആവുന്നില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചൂടാണെങ്കിലും മാള് കുഴച്ചെടുത്തു കേട്ടോ. മാളിന്ന് പത്തിരി ഉണ്ടാക്കിയേ മതിയാവും എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ്. അപ്പോൾ ഓക്കെ വന്നു, ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. വെക്കേഷൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സമയവും ബോറടി ആണെങ്കിൽ ടി വിയിലേക്ക്, ഇപ്പം ടി വി ഒന്നും അധികം കാണിക്കലില്ല കേട്ടോ. ടി വി, ഫോണ് അതൊക്കെ അധികം യൂസ് ഇല്ല. നമ്മൾ ഇച്ചിരി വെക്കേഷനല്ലേ ബോറടിക്കുന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ നിന്ന് കഴിയുമ്പോൾ പിന്നെ അതിൽ തന്നെ വേണം എന്നുള്ളൊരു ചിന്താഗതി വന്നു തുടങ്ങും. അപ്പോൾ അത് കാരണം പരീക്ഷ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടി വി ഫോണും അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ നിർബന്ധങ്ങളില്ല. ഫോണ് കാണണമെന്നോ ടി വി കാണണമെന്നോ, അല്ലെങ്കിൽ ഇച്ചിരി നേരം ബോറടിക്കുന്ന സമയമാകുമ്പോൾ ടി വി വെച്ചോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പരിപാടികളിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, വരയ്ക്കുക, കഥ എഴുത്ത്, അതൊക്കെയാണ് ഇപ്പോഴത്തെ മാളുവിൻ്റെ പരിപാടികൾ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ക്യാമ്പിന് പോകുന്നതുകൊണ്ട് തന്നെ പകലങ്ങനെ ബോറടിക്കാനുള്ള സമയമില്ല. ഇപ്പം ഇച്ചിരി വൈകുന്നേരം ബോറടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളും ഓക്കെ ആയി. അങ്ങനെ കുഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പരത്തി ആദ്യത്തെ ഞാൻ പരത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ മാളുവിന് പരത്തണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഞാൻ തന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഴ ശരിയായിട്ടുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ ഇച്ചിരി നനവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പരത്തി കൊടുത്ത് മാള് തന്നെ എടുത്തോളാൻ പറഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം. നമ്മളപ്പോൾ ഇത് കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടി ഈ ഒരു ചെറിയ പാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓക്കെ ആയിട്ടുണ്ട്, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ച് നോക്കാം, അന്നേരം അറിയാലോ.
എണ്ണപ്പലഹാരം ഉണ്ടാക്കൽ കുറവാട്ടോ, ഒന്നുമില്ല കോഴിക്കോട്ട അല്ലെങ്കിൽ അവല് വിളയിക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കാണ് ഇങ്ങനെ എണ്ണപ്പലഹാരം ഉണ്ടാക്കണത്. പത്തിരിയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഉണ്ടാക്കി തീരണ വരെ ഒരു കൺഫ്യൂഷൻ കേട്ടോ, ശരിയാവോ എന്ന്. അപ്പം ഇന്നത്തെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, കാരണം ഇട്ടപ്പോൾ തന്നെ അത് പൊങ്ങിയിട്ടതെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി തന്നെ കിട്ടി കേട്ടോ. ഇനി ചൂട് ചെറുതായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ കഴിച്ചു നോക്കിയാൽ അറിയാം കറക്റ്റ് ടേസ്റ്റ്. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടി. പത്തിരിയൊക്കെ പോലുള്ള എണ്ണക്കടിക്കൊപ്പം ഞങ്ങൾക്ക് കട്ടൻ ചായയോടാണ് താല്പര്യം. അങ്ങനെ ചായ കൂടി കുറവാണ്, എന്നാലും കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു പത്തിരി കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പം നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അനീഷേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അനീഷേട്ടൻ തിരക്കാമെന്ന് പറഞ്ഞു, അത് കാരണം വരില്ല എന്ന് പറഞ്ഞു. അവരുടെ ടീ കുടിക്കുന്ന ആ ഒരു ടൈമാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ, സ്നാക്സ് കഴിച്ച് നോക്കാനായിട്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വിളിക്കും. അപ്പം ഇന്ന് തിരക്കാണ്, അപ്പം അനീഷേട്ടൻ വന്നില്ല. ഈ സമയത്ത് വന്നില്ല, പിന്നെ അനീഷേട്ടൻ ഓഫീസ് കഴിഞ്ഞൊരു 7:30 ആ സമയമൊക്കെ ആവും കേട്ടോ വരുമ്പോൾ. അനീഷേട്ടനുള്ള മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ഒന്ന് ഉണ്ടാക്കിയാൽ തണുത്ത് കഴിയുമ്പോഴത്തേനും പത്തിരിക്ക് നല്ല സോഫ്റ്റും ആവും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മാളുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഒരു സന്തോഷവും പിന്നെ നമ്മൾ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.